ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ബിൻസി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കോൺവെർസേഷൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സ്കൂളാണ്. സ്കൂളിലെ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കോൺവെർസേഷൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. ഹായ് കിഡ്സ്, ആർ യു റെഡി ടു കം വിത്ത് മീ ടു ദി കിഡ്സ് പാർക്ക്? Okay, we can start our class. Good morning, students. Good morning, sir. Shall we go to the kids park? Yes, sir. Go in a queue. Walk fast. Get into the kids park. As usual, ടീച്ചറും സ്റ്റുഡൻസും ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഷാൽ വി ഗോ ടു ദി കിഡ്സ് പാർക്ക്? ഷാൽ വി എന്ന് പറഞ്ഞാൽ ഷാൽ എന്ന് പറയുന്ന ഒരു വെർബാണ്. നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? പോകുക എന്ന പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഷാൽ വി ഗോ, നമുക്ക് പോലെ. വി എന്ന് പറഞ്ഞാൽ നമ്മൾ, ഗോ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ് പോവുക എന്നുള്ള. ഷാൽ വി ഗോ, നമുക്ക് പോയാലോ, നമുക്ക് അത് ഭാവിയിൽ ചെയ്യുന്ന കാര്യം, അത് പിന്നീട് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചെയ്യുന്ന കാര്യം നമുക്ക് പോയാലോ, നാളെ പോയാലോ, ഇപ്പോൾ പോയാലോ, പിന്നെ പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഷാൽ വി ഗോ എന്ന് പറയുന്നത്. ഷാൽ വി ഗോ ടു ദി കിഡ്സ് പാർക്ക്, നമുക്ക് കുട്ടികളുടെ പാർക്കിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ്. ടീച്ചർ പാർക്കിൽ അല്ലെങ്കിൽ കുട്ടികളുടെ പാർക്കിൽ കളിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴേ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടികളെല്ലാവരോടും പറഞ്ഞു യെസ് സാർ. അപ്പം ടീച്ചർ പറഞ്ഞു ഗോ ഇൻ എ ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ലൈൻ നിന്ന് കുട്ടികളോട് പോകാൻ പറയാം. ഗോ ഇൻ എ ക്യൂ. ടീച്ചർ അതിനിടയ്ക്ക് പറയുന്നത് വാക്ക് ഫാസ്റ്റ്. പതുക്കെ പോകുന്ന കുട്ടികളോട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പോകുന്ന കുട്ടികളോട് വാക്ക് ഫാസ്റ്റ്. അപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് കിഡ്സ് പാർക്കിലേക്ക് പോകാം. സ്കൂളിൽ തന്നെ വലിയ സ്കൂളുകളിലൊക്കെ നല്ല കിഡ്സ് പാർക്കുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി. KG സെക്ഷനിലെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കിഡ്സ് പാർക്കുകളുണ്ട്. അപ്പോൾ അവരുടെ പ്ലേ ഏരിയയിൽ പോയി കളിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റോടു കൂടി പോവുകയാണ്. ഗെറ്റ് ഇൻ ടു ദി കിഡ്സ് പാർക്ക്. അപ്പം കുട്ടികളോട് കിഡ്സ് പാർക്കിലേക്ക് കയറിക്കോളാൻ പറയുകയാണ്. ദിസ് ഈസ് സ്ലൈഡ്. ടോണി, ക്ലൈംബ് അപ്പ്. Okay, sir. സ്ലൈഡ് ഓൺ. ഗുഡ്. ആർ യു സ്വിങ്ങിങ്? Yes, I'm swinging. Do you like this swing? I like very much. This is slide. Tony, climb up. ഒരു ടോണി എന്ന കുട്ടിയോട് ടീച്ചർ പറയുകയാണ് ഇതാണ് സ്ലൈഡ്. ഈ സ്ലൈഡിൽ ആ വയലറ്റ് കളറിൽ കാണുന്നില്ലേ, ആ സ്ലൈഡിൽ കയറിക്കോളാൻ പറയുകയാണ് ടോണിയോട്. അപ്പോൾ ടോണി ഓക്കെ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ കയറി കഴിഞ്ഞാൽ എന്നാ താഴത്തേക്ക് വരണം, സ്ലൈഡ് ഓൺ, ഇങ്ങനെ നിരങ്ങി താഴത്തേക്ക് വരാനായിട്ട് അവിടെ ടോണിയോടെ നിൽക്കുകയാണ്. അപ്പം ടീച്ചർ പറഞ്ഞു സ്ലൈഡ് ഓൺ, താഴത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ താഴത്തേക്ക് വരുന്ന കാണുമ്പോൾ ടീച്ചർ ഗുഡ് എന്ന് പറയുന്നു, നന്നായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ടീച്ചർ ചോദിക്കുന്നുണ്ട് മേഘയോട് ആർ യു സ്വിങ്ങിങ്, നീ ഊഞ്ഞാലാടുകയാണോ എന്ന്. അപ്പോൾ മേഘ പറയാണ് യെസ് ഐ ആം സ്വിങ്ങിങ്, ഞാൻ ഊഞ്ഞാലാടുകയാണ്. സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാണ്, സ്വിങ്ങിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും. അതായത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രവൃത്തിയാണ്, ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം സിംഗിങ് എന്ന് പറയുന്നു. യെസ് ഐ ആം സിംഗിങ്, ഞാൻ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർ വീണ്ടും ചെയ്യും ഡു യു ലൈക്ക് ദ സിംഗ്, നിനക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഊഞ്ഞാൽ? സിംഗ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ. ഡു യു ലൈക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ദിസ് സിംഗ്, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ മേഘ പറഞ്ഞു ഐ ലൈക്ക് വെരി മച്ച്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഊഞ്ഞാലെന്ന് അവൾ മേഘ പറയുകയാണ്. I like swinging, sir. Please sit on this swing. Do you like swinging? I don't like swinging. What do you like? I like bicycle riding. What does she like? She likes swinging. സാർ അതിനിടയ്ക്ക് അവിടെ വെറുതെ നിൽക്കായിരുന്നു അമ്മുനുവിനോട് ചോദിക്കുക നിനക്ക് സ്വിങ്ങിങ് ഇഷ്ടമാണോ, നീ സ്വിങ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കണം. അപ്പം അമ്മുനു പറഞ്ഞു ഐ ലൈക്ക് സ്വിങ്ങിങ് സാർ, എനിക്കിഷ്ടമാണ്, അപ്പം എനിക്ക് ഊഞ്ഞാലാടണം എന്ന് പറയുകയാണ്. അപ്പം പിള്ളേർ പറയല്ലോ ചിലപ്പോൾ ഊഞ്ഞാലിൻ്റെ സ്വിങ്ങൊക്കെ ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു കുട്ടി പോയിട്ട് അടുത്ത കുട്ടിക്ക് കയറാൻ വേണ്ടിയൊക്കെ കുട്ടികൾ ലൈനൊക്കെ നിൽക്കും. സ്കൂളാകുമ്പോൾ ഒത്തിരി കുട്ടികൾ ഊഞ്ഞാലാടാൻ കാണാം. അപ്പം നിനക്ക് ഇഷ്ടമാണെങ്കിൽ വന്ന് ആടിക്കോളാൻ പറഞ്ഞുകൊണ്ട് പ്ലീസ് സിറ്റ് ഓൺ ദിസ് സ്വിങ്, ഒരു സ്വിങ് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ഊഞ്ഞാൽ ടീച്ചർ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൾ അമ്മിനും അവിടെ പോയി ഊഞ്ഞാലാടുകയാണ്. ഇനി അടുത്ത ആകാശിനോട് ടീച്ചർ ചോദിക്കുക ഡു യു ലൈക്ക് സ്വിങ്ങിങ്, നിനക്ക് ഇഷ്ടമാണോ സ്വിങ് ചെയ്യാനായിട്ട്, നിനക്ക് ഊഞ്ഞാലാടാൻ? ഡു യു ലൈക്ക്, നിനക്ക് യു എന്ന് പറഞ്ഞാൽ നീ, ഡു യു, നിനക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമാണോ? ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണോ? ഡു യു ലൈക്ക്, നിനക്ക്
സ്വിങ് ചെയ്യാൻ ഇഷ്ടമാണ്, അതായത് ഊഞ്ഞാലാടാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറഞ്ഞു ഐ ഡോണ്ട് ലൈക്ക് സ്വിങ്ങിങ്, എനിക്ക് സ്വിങ്ങിങ് ഇഷ്ടമില്ല. ഡു യു ലൈക്ക് എന്ന് ചോദിക്കുന്നതിന് അവൻ ആൻസർ പറയുന്നത് ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് ഇഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക്, ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു എന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു വെർബാണ്. അതിനെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഐ ഡോണ്ട്, എനിക്ക് ഇഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക് സ്വിങ്ങിങ്, എനിക്ക് ഊഞ്ഞാലാടാനായിട്ട് ഇഷ്ടമില്ലെന്ന് പറയണം. അപ്പോൾ ടീച്ചർ പിന്നെ നിനക്ക് എന്താണ് ഇഷ്ടം? വാട്ട് ഡു യു ലൈക്ക്, പിന്നെ നിനക്ക് വേറെ എന്താണ് നിനക്ക് ഇഷ്ടം എന്ന് ചോദിക്കുകയാണ്. വാട്ട് ഡു യു ലൈക്ക്? അപ്പോൾ ഐ ലൈക്ക് ബൈസൈക്കിൾ റൈഡിങ്. അപ്പോൾ ആകാശ് പറയുന്നത് എനിക്ക് സൈക്കിൾ ചവിട്ടാനാണ് ഇഷ്ടം. ഐ ലൈക്ക്, എനിക്കിഷ്ടം ബൈസൈക്കിൾ റൈഡിങ്. സൈക്കിൾ റൈഡിങ് എന്ന് പറഞ്ഞാൽ ഓടിക്കുക, ബൈസൈക്കിൾ ഓടിക്കാനാണ് ഇഷ്ടമെന്ന് പറയുകയാണ്. ടീച്ചർ ആകാശിനോട് തന്നെ ചോദിക്കുകയാണ് വാട്ട് ഡസ് ഷീ ലൈക്ക്, അവൾക്ക് എന്താണ് ഇഷ്ടം? അപ്പം ആകാശ് പറയാണ് അവൾക്ക് സ്വിങ്ങിങ് ആണ് ഇഷ്ടമെന്ന്. ഷീ ലൈക്ക് സ്വിങ്ങിങ്, അവൾക്ക് ഊഞ്ഞാലാടാനാണ് ഇഷ്ടമെന്ന് പറയുകയാണ്. ഇവിടെ അവളെന്ന് ഉദ്ദേശിക്കുന്ന വേറൊരു കുട്ടിയുടെ പേരാണ് മേഘാണ്. സ്വിങ്ങിങ് ഭയങ്കര ഇഷ്ടമായിരുന്നത്. അപ്പം അത് ടീച്ചർ ഒന്ന് സംസാരിക്കുകയാണ്, കുട്ടികളോടൊക്കെ സംസാരിക്കുന്നതാണ്. അതായത് പ്ലേ ടൈമിൽ കുട്ടികളെ വെറുതെ വിടാതെ ഓരോരുത്തരത് കയറ്റി ഒന്ന് സംസാരിപ്പിച്ച് എൻഗേജ് ചെയ്ത് ഓരോരുത്തരോടും ഓരോ ഗെയിം എന്തൊക്കെയാണ് ഇഷ്ടമെന്നൊക്കെ ചോദിച്ച് കുശലാന്വേഷണമൊക്കെ ടീച്ചർ നടത്തുകയാണ് അവിടെ. വാട്ട് ഡു ദേ ലൈക്ക്? They like swinging. വാട്ട്സ് ഹി ഡൂയിങ്? He is driving car. വാട്ട്സ് ഷീ ഡൂയിങ്? She is swinging. വാട്ട് ഡു ദേ ലൈക്ക്? അവർക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? വാട്ട് എന്ന് ചോദിച്ചാൽ എന്ത്, വാട്ട് മീനിങ് എന്ത്, ഡു ചെയ്യുക, ദേ ലൈക്ക് ദേ അവർ, ലൈക്ക് വാട്ട് ഡു ദേ ലൈക്ക് അവർക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. ദേ ലൈക്ക് സ്വിങ്ങിങ്, അവർക്ക് ഊഞ്ഞാലാടാനാണ് ഇഷ്ടം. ആകാശ് പറയണം അവർക്ക് ഊഞ്ഞാലാടാനാണ്. ദേ അവർക്ക്, ലൈക്ക് ഇഷ്ടം, സ്വിങ്ങിങ് സ്വിങ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. സ്വിങ്ങിങ് അവർക്ക് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കാനാണ് ഇഷ്ടം. ഹീ ഡൂയിങ്, വാട്ട്സ് ഹീ ഡൂയിങ് എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുകയാണെന്ന്. വാട്ട് ഈസ് ഹീ ഡൂയിങ്, വാട്ട് ഈസിൻ്റെ ഷോർട്ട് ഫോമാണ് അപ്പോസ്ട്രോഫീസ് ഇട്ടുള്ള വാട്ട്സ്. വാട്ട് ഈസ് ഹീ ഡൂയിങ്, അവൻ എന്താണ് ചെയ്യുന്നത്. ഡൂയിങ് ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡൂവിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ് ഡൂയിങ്. വാട്ട് ഈസ് അവൻ എന്തു ചെയ്യുകയാണ്. ഹീ ഈസ് ഡ്രൈവിങ് കാർ, അവനൊരു കാർ ഓടിക്കുകയാണ്. ടോയ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊരു ടോയ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് ഡ്രൈവിങ് കാർ, ഡ്രൈവ് എന്ന വെർബിൻ്റെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഡ്രൈവിങ്. ഡ്രൈവിങ് കാർ, ഹീ ഈസ് ഡ്രൈവിങ് കാർ, അവൻ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഷീ ഡൂയിങ്, അവൾ എന്ത് ചെയ്യുകയാണ്. ഷീ ഈസ് സ്വിങ്ങിങ്, അവൾ എന്താണ് ചെയ്യുന്നത്. അവൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ഷീ ഡൂയിങ്, വാട്ട്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസിൻ്റെ ഷോർട്ട് ഫോം. വാട്ട് ഷീ ഡൂയിങ്, അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. Shall we play on the seesaw? I'm ready. Meenu, move up. Meenu, move down. Please give me a ball. Please come. Ball is in the cupboard. Open the door. Okay, sir. Take a ball. Thank you, sir. Shall we play on the seesaw? ടോണി മീനുവിനോട് വന്ന് ചോദിക്കുകയാണ് നമുക്ക് സീസോ കളിച്ചാലോ എന്ന്. അന്നേരം മീനു പറഞ്ഞു ഐ ആം റെഡി, ഞാൻ റെഡിയാണെന്ന്. ഷാൽ വി പ്ലേ, നമുക്ക് കളിച്ചാലോ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഷാലിൻ്റെ പ്രയോഗം അല്ലേ. വരാൻ പോകുന്ന കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ടാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എന്ത് ചെയ്യാമെന്നാണ്. ഒരു വെർബാണ് ഷാൽ. എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? പ്ലേ ചെയ്യാനായിട്ട്, കളിക്കാനായിട്ട് വേണ്ടി പെർമിഷൻ ചോദിക്കുകയാണ്. നമുക്കൊന്ന് നീ റെഡിയാണോ, നമുക്ക് കളിച്ചാലോ എന്ന് ചോദിക്കുന്നതാണ് മീനുവിനോട്. സീസോയുടെ പിക്ചർ നമ്മളവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ടോണിയും മീനുവും കൂടെ സീസോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനു അതിനോട് പറയുന്നു, ടോണി പറയുന്നു മീനു മൂവ് അപ്പ് മൂവ് ഡൗൺ എന്ന് പറയുന്നു. മുകളിലേക്കും താഴത്തേക്കും പൊങ്ങി നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞാൽ അവരവിടെ കളിക്കുന്നതിൻ്റെ ഒരു സൗണ്ട് കേൾപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് മനു പ്ലീസ് ഗീവ് മി എ ബോൾ. ടീച്ചറിനോട് ഒന്ന് ചോദിക്കുകയാണ് മനു എനിക്കൊരു ബോൾ തരാമോ എന്ന്. പ്ലീസ് ഗീവ് മി എ ബോൾ, ദയവ് ചെയ്ത്. പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത്. ഗീവ് തരിക, മീ എനിക്ക്, എ ബോൾ
പ്ലീസ് ഗീവ് മി എ ബോൾ, എനിക്കൊരു ബോൾ തരിക. ടീച്ചർ പറയുക പ്ലീസ് കം, ബോൾ ഈസ് ഇൻ ദ കബോർഡ്, നീ എൻ്റെ കൂടെ വാ. അലമാരിയിലാണ് ബോൾ ഇരിക്കുന്നത്, അവിടെ ഗ്രൗണ്ടിൽ ഇട്ടിട്ടില്ല. നമുക്കറിയാം പ്ലേ ഏരിയയിൽ ബോളൊക്കെ അവിടെ വെറുതെ ഇട്ട് നനച്ചൊന്നും കളയുകയല്ല. അപ്പം അലമാരിയിലെടുത്ത് കൂട്ടി വെച്ചേക്കുക. അപ്പം നീ എൻ്റെ കൂടെ വാ, അലമാരിയിലുണ്ട് ബോൾ, ഞാൻ നിനക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞ് ടീച്ചർ അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഓപ്പൺ ദ ഡോർ, കതവ് തുറക്കാൻ. എന്തിൻ്റെയാണ്? അലമാരിയുടെ, കബോർഡിൻ്റെ അലമാരിയാണ് കബോർഡ്. അതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാൻ പറയുന്നു. ഓക്കെ സാർ. ടേക്ക് എ ബോൾ, ഒരു ബോൾ എടുക്കാൻ പറയുന്നു. അവൻ ഒരു ബോൾ എടുത്തു. താങ്ക് യു സാർ. അവൻ ബോൾ എടുത്ത് കളിക്കാനായിട്ട് പോവുകയാണ്. Shall we play? I'm ready. Catch it. Throw it. I'm sorry. It's okay. I will take it. മനു ബോളുമായി വന്ന് ടോണീനെ കളിക്കാൻ വിളിക്കുകയാണ്. ഷാൽ വി പ്ലേ, നമുക്ക് കളിച്ചാലോ? അപ്പോൾ ടോണി ഐ ആം റെഡി, ഞാൻ റെഡിയാണ്, നമുക്ക് കളിക്കാം. അപ്പം മനു അവന് ബോൾ ഇട്ട് കൊടുക്കും. ക്യാച്ച് ഇറ്റ്, എന്നിട്ട് പറയുകയാണ് ബോൾ പിടിക്കാൻ പറയുകയാണ്. എന്നിട്ട് മനു പറയും ത്രോ ഇറ്റ്, നീ ഇത് എറിഞ്ഞു തരാൻ പറഞ്ഞു. അന്നേരം ത്രോ ഇറ്റ് ചെയ്തപ്പോഴത്തേക്ക് എറിഞ്ഞു വന്നപ്പോഴത്തേക്കും അത് താഴെ പോയി. അന്നേരം ടോണി പറയുകയാണ് ഐ ആം സോറി. മനു പറഞ്ഞു സാരയില്ല, ഇറ്റ്സ് ഓക്കെ. ഐ ആം സോറി എന്ന് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ മനു പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, സാരയില്ല, ഐ വിൽ ടേക്ക് ഇറ്റ്, ഞാൻ എടുത്തോളാം എന്ന് പറയുകയാണ്. ടോണി പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിക്കുന്നതാണ്, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Please give me a skipping rope. Take from the cupboard. What are you doing? I'm skipping. Okay children, it's time to go. Please give me a skipping rope. സ്കിപ്പിംഗ് റോപ്പ് അറിയാമല്ലോ, ദേ ആ കുട്ടിയുടെ നമ്മൾ പിക്ചർ കാണിച്ചിട്ടുണ്ട്, ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്നതാണ് സ്കിപ്പിംഗ് റോപ്പ്. അത് സ്കിപ്പ് ചെയ്യാൻ, ചാടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റോപ്പ് കറക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ച് കളിക്കാൻ വേണ്ടിയാണ് കുട്ടിയൊന്ന് ടീച്ചറിനോട് ചോദിക്കുകയാണ്, അമ്മിനു ഒന്ന് ചോദിക്കുക പ്ലീസ് ഗീവ് മി എ സ്കിപ്പിംഗ് റോപ്പ്, എനിക്കൊരു സ്കിപ്പിംഗ് റോപ്പ് തരാമോ എന്ന്. ടീച്ചർ പറഞ്ഞു അതും സ്കിപ്പിംഗ് റോപ്പും ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, അത് നമുക്ക് കബോർഡിൽ നിന്ന് എടുക്കാം. ടേക്ക് ഫ്രം ദി കബോർഡ്, മോള് തന്നെ പോയി എടുത്തോളാൻ പറയാം. ടേക്ക് ഫ്രം ദി കബോർഡ്, കബോർഡിൽ പോയി സ്കിപ്പിംഗ് റോപ്പ് എടുത്തോളാൻ പറയുകയാണ്. മേഘ എന്ന കുട്ടി അമ്മിനുവിനോട് ചോദിക്കുകയാണ് വാട്ട് ആർ യു ഡൂയിങ്. അമ്മിനു സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മേഘ വന്ന് ചോദിക്കുകയാണ് വാട്ട് ആർ യു ഡൂയിങ്, നീ എന്ത് ചെയ്യുകയാണ്. വാട്ട്, എന്താണ് ചെയ്യുന്നത്. ആർ യു ഡൂയിങ്, ആർ യു എന്ന് പറയുന്നത് യു വരുന്നത് കൊണ്ട് നമ്മൾ ഓക്സിലറി വെർബ് ആറാണ് വരുന്നത്. ആർ യു ഡൂയിങ്, ഡൂയിങ്ങിൻ്റെ അർത്ഥം ചെയ്യുക, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൂയിങ് ഡൂയിങ് എന്ന് പറയുമ്പോൾ ING ഫോമാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മിന് പറയണം ഐ ആം സ്കിപ്പിംഗ്, ഞാൻ സ്കിപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ടൈം ടു ഗോ, ടീച്ചർ പറയുകയാണ് നമുക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് പോകാനായിട്ട് സമയമായി, അതായത് പ്ലേ ടൈം കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 പാർട്ടുകളിലായിട്ട് നമ്മൾ ക്ലാസ് നടത്തിയിരുന്നത് UKG സ്റ്റുഡൻസും അവരുടെ ടീച്ചറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനായിരുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ LP സെക്ഷൻ UP സെക്ഷൻ സ്കൂളുകളിലെ കുട്ടികളും അവരുടെ ടീച്ചേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.